ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൾച്ചർ ആൻഡ് ടൂറിസത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളാണിത്. അപ്പോൾ എന്താണ് കൾച്ചർ ആൻഡ് ടൂറിസം എന്നുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. കൾച്ചർ ടൂറിസം അക്കോർഡിംഗ് ടു യുണൈറ്റഡ് നാഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത്, അതായത് യുണൈറ്റഡ് നാഷൻസ് വേൾഡ് ടൂറിസത്തിൻ്റെ ഒരു വാക്കുകളാണ് ഇവിടെ പറയുന്നത്. കൾച്ചറൽ ടൂറിസം ഈസ് മൂവ്മെന്റ്സ് ഓഫ് പേഴ്സൺസ് ഫോർ എസെൻഷ്യലി കൾച്ചറൽ മോട്ടിവേഷൻസ് സച്ച് ആസ് സ്റ്റഡി ടൂർസ്, പെർഫോമിംഗ് ആർട്സ് ആൻഡ് കൾച്ചറൽ ടൂർസ്, travel to festivals and other cultural events, visit to sites and monuments, travel to study nature, folklore or art and pilgrimages. അതായത് ആളുകൾ എന്ത് ചെയ്യാണ്, എസെൻഷ്യലി കൾച്ചറൽ മോട്ടിവേഷൻസ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് ടൂറിസ്റ്റുകൾ എന്ത് ചെയ്യാണ്, എസെൻഷ്യലി കൾച്ചറൽ മോട്ടിവേഷൻസ്, അവരുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് കൾച്ചർ ആസ്വദിക്കുക എന്നുള്ള ഒരു മോട്ടിവേഷനിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെയാണ് കൾച്ചറൽ ടൂറിസം എന്ന് പറയുന്നത്. അതായത് സ്റ്റഡി ടൂറുകളാവാം, അതുപോലെ തന്നെ ആർട്ടുകൾ അല്ലെങ്കിൽ ആർട്സുകൾ, അതുപോലെ തന്നെ കൾച്ചറൽ ടൂർസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഫെസ്റ്റിവൽസ്, മറ്റ് സ്ഥലങ്ങൾ, നമുക്കറിയാം ഓരോ പ്രദേശത്തും ഓരോ പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറൽ ഇവന്റുകൾ നടക്കുന്നുണ്ടായിരിക്കും, ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓരോ ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കൾച്ചറൽ ടൂർസോ അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസോ ഇവന്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈറ്റുകളോ വിസിറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മറ്റ് നാച്ചുറൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്മാരകങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും കഥകൾ കേട്ടുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിനായിട്ട് കൾച്ചറൽ മോട്ടിവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, മൂവ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൾച്ചർ ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് യുണൈറ്റഡ് നാഷൻസ് വേൾഡ് ടൂറിസത്തിന്റെ ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ അത് നോക്കാം. Then culture and tourism have a mutually beneficial relationship which can strengthen the attractiveness and competitiveness of place, regions and countries. അപ്പോൾ ഒരു കൾച്ചർ ആൻഡ് ടൂറിസത്തിന് ഒരു മ്യൂച്വലി ബെനഫിഷ്യൽ റിലേഷൻഷിപ്പ് ആണുള്ളതെന്നാണ് പറയുന്നത്. അത് എന്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, ഒരു കൺട്രിയുടെ പ്ലേസ് അല്ലെങ്കിൽ അതിൻ്റെ റീജിയനെ, അതിൻ്റെ ഒരു കോമ്പറ്റീറ്റീവ്നെസ്സിനെ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ്നെസ്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു കൾച്ചർ. അല്ലെ, നമുക്കറിയാം ഓരോ സ്ഥലത്തെയും കൾച്ചർ, അതിനനുസരിച്ച് ആളുകൾ, ടൂറിസ്റ്റുകൾ അവിടെ എത്തുക, ആ ഒരു ഫെസ്റ്റിവൽ കാണാനായിട്ട് എത്തുക എന്ന് പറയുമ്പോൾ അത് ആ ഒരു കൺട്രിയുടെയോ അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെയോ അട്രാക്റ്റീവ്നെസ് ആണ് കാണിക്കുന്നത്, അല്ലെ, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുകയാണ് ചെയ്യുന്നത്. സോ കൾച്ചർ ഈസ് ആൻ ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് ദ ടൂറിസം പ്രോഡക്റ്റ് ആസ് ഇറ്റ് ക്രിയേറ്റ് ഡിസ്റ്റിങ്റ്റീവ്നെസ് ഇൻ എ ക്രൗഡഡ് ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസ്. ആ ഒരു ക്രൗഡഡ് ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിൽ നിന്നും ആ ഒരു സ്ഥലത്തെ, ആ ഒരു പ്ലേസിനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്ന ഒരു ഇൻക്രീസിംഗ്ലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ടൂറിസം പ്രൊഡക്റ്റിലെ. സിൻസ് ആൻഷ്യന്റ് ടൈംസ് ഇന്ത്യ ഹാസ് ബീൻ നോൺ ഫോർ ഇറ്റ്സ് കൾച്ചർ, ഹെറിറ്റേജ് ആൻഡ് ട്രഡീഷൻ. ഇന്ത്യസ് ഗ്ലോറിയസ് ട്രഡീഷൻസ് ആൻഡ് റിച്ച് കൾച്ചർ ഹെറിറ്റേജ് ആർ ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ടൂറിസം. അപ്പോൾ ഇന്ത്യക്ക് നല്ലൊരു ഗ്ലോറിയസ് ആയിട്ടുള്ള ട്രഡീഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ റിച്ച് കൾച്ചറാണുള്ളത്, കൾച്ചർ ഹെറിറ്റേജ് ആണുള്ളത്. അത് ഈ ഒരു ഡെവലപ്മെന്റ് ഓഫ് ടൂറിസത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ്ലി റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരുപാട് പേര് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, ഇന്ത്യയിലെ ആ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ട്രഡീഷൻസിനെ കുറിച്ചിട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ കൾച്ചറിനെ കുറിച്ചിട്ട് പഠിക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അത് കാണാനും ആസ്വദിക്കാനൊക്കെ ആയിട്ട്. സോ ഇറ്റ്സ് എ മാഗ്നിഫിക്കൻറ്റ് മോൺമെന്റ്സ് അട്രാക്ട് ലാർജ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. അല്ലെ, വേൾഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്മാരകങ്ങളും എന്ത് ചെയ്യാണ്, ലാർജ് നമ്പർ ഓഫ് ടൂറിസ്റ്റുകളെയാണ് വേൾഡിലുള്ള ലാർജ് നമ്പർ ഓഫ് ടൂറിസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, അതിനെ പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതാണ്, ഇതിൽ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇന്ത്യ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇന്ത്യയിലെ ടൂറിസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, കൾച്ചറൽ ടൂറിസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. Then cultural tourism is the subset of tourism concerned with the country or religious culture, especially the lifestyle of the people, geographical area, the history of those people, their art, architecture, religions and elements that helped shape for the way of life.
അപ്പോൾ ഈ ഒരു കൾച്ചറൽ ടൂറിസം എന്ന് പറയുന്നത് ഒരു സബ് സെറ്റ് ഓഫ് ടൂറിസം ആണ്, സബ് സെറ്റ് ആണ് എന്തെന്ന് പറയുന്നത് കൾച്ചറൽ ടൂറിസം എന്ന് പറയുന്നത്. എസ്പെഷ്യലി ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ ദോസ് ജോഗ്രഫിക്കൽ ഏരിയ, പ്രത്യേകിച്ച് ആ ഒരു സ്ഥലത്തെ ആളുകളുടെ ജീവിത രീതി, അതുപോലെ തന്നെ ആ ഒരു ഹിസ്റ്ററി ഓഫ് ദ പീപ്പിൾ, അവരുടെ കല, അവരുടെ ഒരു വാസ്തുവിദ്യ അല്ലെങ്കിൽ മതം, ആ ഒരു ജീവിത രീതി എങ്ങനെയാണ്, അത് രൂപപ്പെടുത്താൻ സഹായിച്ച മറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണ് അല്ലെ, അതൊക്കെയാണ് അതിൽ ഈ ഒരു കൾച്ചറൽ ടൂറിസത്തിന്റെ സബ്സെറ്റ് ആയിട്ട് പറയുന്നത്. Then cultural tourism include tourism in urban areas, particularly historic or large cities and their cultural facilities such as museums and theatres. It can also include tourism in rural areas, showcasing the traditions and indigenous cultural communities, festivals, rituals and their values and lifestyle. അതായത് ഇപ്പോൾ ഈ ഒരു കൾച്ചറൽ ടൂറിസത്തിൽ അർബൻ ഏരിയാസ്, അതായത് നഗരപ്രദേശങ്ങളിലെ ടൂറിസം, അതിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ചരിത്രപരമോ അല്ലെങ്കിൽ നഗരങ്ങൾ അല്ലെ മ്യൂസിയംസ്, അതൊക്കെയാണ് ഉണ്ടായിരിക്കുക മെയിനായിട്ട് വരുന്നത്, തിയേറ്റേഴ്സ്, മ്യൂസിയംസ് ഒക്കെ. ടൂറിസം ഇൻ റൂറൽ ഏരിയാസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അവിടുത്തെ ആചാരങ്ങൾ, അതുപോലെ തന്നെ ഉത്സവങ്ങൾ അല്ലെ, അതിൻ്റെ വാല്യൂസ്, ലൈഫ് സ്റ്റൈലൊക്കെയാണ് കൂടുതലായിട്ട് കൾച്ചറൽ ടൂറിസത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ദെൻ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്, ഒരു കൾച്ചറൽ ടൂറിസത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എന്ന് നോക്കാം. ബിൽഡ് ഓൺ ആൻഡ് മാർക്കറ്റ് കൾച്ചറൽ സ്ട്രെങ്തൻ അല്ലെ, എന്താണ് മാർക്കറ്റ് കൾച്ചറൽ സ്ട്രെങ്ത് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എംബസൈസ് ദ ക്വാളിറ്റി ഓഫ് ഒതൻസിറ്റി ഓഫ് ദ വിസിറ്റേഴ്സ് എക്സ്പീരിയൻസ് അല്ലെ, വിസിറ്റേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസിന് ഒരു ക്വാളിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ദെൻ എയിംസ് നോട്ട് സിംപ്ലി ടു ഡിസ്ക്രൈബ് ബട്ട് ടു കൺവേ മീനിങ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബ്രോഡ് എക്സ്റ്റെൻഡ് അല്ലെ, അതായത് വിവരിക്കുക മാത്രമല്ല, അത് നമുക്ക് മനസ്സിലാവാനല്ലേ, മൊത്തം അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ മീറ്റ് ദ വിസിറ്റേഴ്സ് ഡിമാൻഡ് ഫോർ നോളജ്, അതായത് സന്ദർശകന്റെ അല്ലെങ്കിൽ ആ ഒരു വിസിറ്റേഴ്സിന്റെ അറിവിന്റെ ആവശ്യം എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് വിസിറ്റേഴ്സിന് ഒരു എന്തുണ്ടായിരിക്കും, നോളജ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആവശ്യത്തോട് കൂടിയിട്ടാണ് വിസിറ്റേഴ്സ് വരിക, അത് മീറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ കൺവേഴ്സ് ദ റിച്ച്നെസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് എ പ്ലേസ് ഓർ കൾച്ചർ, അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള റിച്ച്നെസ്, ഡൈവേഴ്സിറ്റി, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ it is active and involving for both visitors and host communities. അപ്പോൾ ഇത് വിസിറ്റേഴ്സിനും അതുപോലെ തന്നെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റീസിനും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ടൂറിസം പ്രൊഡക്റ്റ് ഫ്രം പീപ്പിൾ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഹൈ ലെവൽസ് ഓഫ് ന്യൂ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇതൊരു ഹൈ ലെവൽ ഓഫ് ന്യൂ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ ഇറ്റ് റെക്കഗ്നൈസ് ദ ഡൈനാമിക് ആൻഡ് ചേഞ്ചിങ് നാച്ചർ ഓഫ് കൾച്ചർ, അതുപോലെ തന്നെ ഡൈനാമിക് ആയിട്ട് അല്ലെങ്കിൽ ചേഞ്ചിങ് നാച്ചർ ഓഫ് കൾച്ചർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഡെവലപ്പ് വിസിറ്റേഴ്സ് ആൻഡ് സൈറ്റ് മാനേജ്മെന്റ് പ്രോഗ്രാംസ്, വിസിറ്റേഴ്സ് അതുപോലെ തന്നെ സൈറ്റ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. Then it develop interpretation programs designed to inform, educate and interest visitors. വിസിറ്റേഴ്സിനെ ഇൻട്രസ്റ്റ് ചെയ്യാൻ, എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർപ്രിറ്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. Then it can minimize the environmental degradation and cultural exploitation which accompany some form of tourism. Environmental degradation and cultural exploitation ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മിനിമൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. Then it is carefully targeted to meet the interest of the particular market segment. ആ ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്യുകയും അത് അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുകയും ഇൻട്രസ്റ്റുകൾ മീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് കൾച്ചറൽ ടൂറിസത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് പറയുന്ന ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് കൾച്ചറൽ ടൂറിസം എന്താണ് അല്ലെ, അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ്.